ഇന്ന് ജിമ്മിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ ചേച്ചിയുടെ ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ വന്നത്, ഹാപ്പി ബർത്ത്ഡേ ഭാഗ്യ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് ഓടി പിടിച്ച് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ സമയം 11 മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കുളിച്ച് പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിന്ന് ഭാഗ്യൻ്റെ ബർത്ത്ഡേ ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കി ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അംഗം ഇവിടെ അങ്ങോട്ട് തുടങ്ങിയാലോ. ഇന്ന് ഭാഗ്യന്റെ പിറന്നാളാണ് കേട്ടോ. ഇന്നലെ വരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പിറന്നാളാന്നുള്ള കാര്യം. ഇന്ന് കാലത്ത് കിട്ടിയിട്ട് ഞാൻ മറന്നുപോയി. ഗ്രൂപ്പിൽ ചേച്ചിയുടെ മെസ്സേജ് കണ്ടപ്പോഴാണ് അയ്യോ ഭാഗ്യന്റെ പിറന്നാളല്ലേ എന്ന് ഓർത്തത്. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ ജിമ്മിലായിരുന്നു. അപ്പോൾ ജിമ്മിൽ വരുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കണം, ചേട്ടന്മാരുണ്ടാവുന്നു ഫുഡ് കഴിക്കാൻ. കുറെ നാളായില്ലേ നമ്മളിങ്ങനെ ഡെയിലി റുട്ടീനുള്ള വ്ളോഗുകളൊക്കെ ചെയ്തിട്ട്. നമ്മുടെ വ്ളോഗുകളുടെ രീതികളെ മാറിപ്പോയില്ലേ. ഇപ്പൊ ഷോർട്സ് ആയി. ആക്ച്വലി നമ്മുടെ ലോങ് വ്ളോഗാണ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വിശേഷങ്ങളും ഭാഗ്യൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. ബർത്ത്ഡേ വിശേഷങ്ങൾ പറയാനായിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ കുഞ്ഞൊരു സദ്യ കുഞ്ഞെ കുറച്ച് കറികൾ ഉണ്ടാക്കും. സദ്യ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഫ്രണ്ട്സൊക്കെ വരും, അത്രയേ ഉള്ളൂ. ശ്രീകുട്ടൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ചോറും കൂട്ടാനും ഒക്കെ വെക്കാം. ചേട്ടന്മാർക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കേണ്ട നേരമായിട്ടുണ്ട്. സമയം ഏകദേശം നല്ല കാറ്റവിടെ. ഞാൻ പിന്നെ ഈ പരിസരത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്കാവുമ്പോൾ ഇതുപോലത്തെ കടക്ക ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെട്ടും. അപ്പൊ നമുക്ക് പതുക്കെ ആദ്യം നമ്മുടെ കറികളൊക്കെ അരിഞ്ഞ് വെക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇവിടെ പോയപ്പോൾ മേടിച്ച കത്തിയാണത്, കണ്ടോ. ഗംഭീര കത്തിയും ട്രാമോണ്ടിയ ഇനോക്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെയ്ഡ് ഇൻ ബ്രസീൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് നമ്മുടെ പോളിഗാർഡാണ്. നല്ല രസമുണ്ട് പോളിഗാർഡ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. ബട്ട് പോളിഗാർഡിനാണ് മുറിച്ചു കൂടുതൽ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. വരും കുട്ടികളെ, നമുക്ക് ഓരോ വശത്തുനിന്ന് തുടങ്ങാം. സാമ്പാർ, അവിയൽ, മോരുകൂട്ടാൻ, കാബേജ് തോരൻ, ഇത്രയേ ഉള്ളൂ. ഇത്ര മതി. പിന്നെ പപ്പടം കാച്ചാൻ. പ്ലാനിങ് അതൊക്കെ ആയിരുന്നു. പക്ഷെ സംഭവം ആ രീതിക്കൊന്നും നടന്നില്ല കേട്ടോ. നമുക്ക് വഴിയെ കാണാം. ഞാൻ വണ്ണം കുറഞ്ഞാടോ. എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ജിമ്മിൽ പോയി ഇരുമ്പ് ചോക്കണോണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? നിങ്ങൾ പറ. എന്തായാലും നമ്മുടെ യൂണിഫോം എടുത്ത് അണിയാ നമുക്ക്. ഞാൻ നല്ല ഏജിനി പോയപ്പോ കഴിച്ച കമ്മല കണ്ട പാമ്പ് എങ്ങനെയുണ്ട്? ഞാൻ ആടിപ്പാടി സാവധാനത്തിൽ ജോലി ചെയ്യുന്ന കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് നേരം ഉണ്ടെന്ന്. 12:30 ഉണ്ടായിരുന്നു പരിപാടികൾ തുടങ്ങിയപ്പോൾ. 1 മണിയാകുമ്പോഴേക്കും എനിക്ക് ഫുഡ് കൊടുക്കണം. ചേട്ടന്മാർ പണിക്കുണ്ടായിരുന്നു. കുറച്ച് പേര് വീട്ടിൽ ചേറെടുക്കലും, അതായത് കിണറ്റിൽ നിന്ന് ചേറെടുക്കലും കുളത്തിൽ നിന്ന് ചേറെടുക്കലും ഒക്കെ ആയിട്ട് പരിപാടിക്കുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കണ്ടെന്നുണ്ടെങ്കിലും വീട്ടിൽ അച്ഛനും നമ്മുടെ രമേശ് ചേട്ടനും ഉണ്ടായിരുന്നു. അവർക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ. ഭാഗ്യൻ്റെ ബർത്ത്ഡേ ആയിരുന്നതിലുപരി അവർക്ക് നേരത്തിന് ഫുഡ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കിണറിൻ്റെ അടിയിലൊക്കെ ഇറങ്ങി പണിയെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വയ്യാണ്ടാവുണ്ടാവും. അപ്പോൾ നമുക്കിന്ന് അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണം. അതുപോലെ തന്നെ ഒരു ഇലയിട്ട് ഭാഗ്യനൊന്ന് സന്തോഷിപ്പിക്കുകയും കൂടെ വേണം. മുരിങ്ങക്കായും ബാക്കിയുള്ള കഷ്ണങ്ങളും കായും ഒക്കെ ആയിട്ട് ഞാൻ അരിഞ്ഞ് നുറുക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് സാമ്പാർ വയ്ക്കാമെന്നാണ് വിചാരിക്കണത്. എനിക്ക് സാമ്പാർ വയ്ക്കുക, അതുപോലെ തന്നെ കറികൾ വയ്ക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ബാക്കിയുള്ളവർക്ക് എന്ത് സിമ്പിളായിട്ട് തോന്നുന്നോ അതെനിക്ക് ഭയങ്കര ഹാർഡായിട്ടും, എനിക്ക് ഹാർഡായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഇതാണോ അത്ര വലിയ കാര്യം എന്ന് ബാക്കിയുള്ളവർക്കും തോന്നും. അതാണ് ജീവിതത്തിൻ്റെ പ്രത്യേകത. നമുക്ക് എല്ലാവരുടെ തോട്ടുകളും എല്ലാം കോറിലേറ്റ് ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും. 1 മണിക്കൂർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സദ്യവട്ടമൊക്കെ ഒപ്പിക്കാനുള്ള കുറുക്ക് വിദ്യകളൊക്കെ എനിക്കറിയാം കേട്ടോ. ഒരുപാടൊന്നുമില്ലെങ്കിലും നമുക്ക് നല്ല രീതിക്ക് വായിൽ കൊള്ളാവുന്ന കറികൾ വെച്ച് ഒരു ഊണ് അതുണ്ടല്ലോ, അതിനുള്ള വട്ടം കൂട്ടുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടേ ഒന്ന് സാമ്പാർ സെറ്റാക്കി എടുക്കാം. ഇന്ന് അരച്ചൊഴിച്ച സാമ്പാറല്ല കേട്ടോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാറുള്ള റെസിപ്പി ഉണ്ടല്ലോ, അരച്ചൊഴിക്കാത്ത റെസിപ്പി, അതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിപ്പും അതുപോലെ തന്നെ മത്തങ്ങയും നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങളെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കായ ഇട്ടിട്ട് ഒരു മോര് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിക്കണു. പെട്ടെന്ന് തീരുന്ന പരിപാടികൾ പെട്ടെന്ന് കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മോര് കൂട്ടാനൊന്ന് വെക്കാം. കട്ടിക്കാളം വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മോരിന് ഇത്തിരി കട്ടി കുറവുണ്ടായിരുന്ന കാരണം കൊണ്ട് തൈര് കിട്ടിയില്ല. അത് കാരണം കൊണ്ട് കാളം കുറച്ച് ലൂസായി പോയിട്ടോ. റെസിപ്പികളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. ഉടനെ ഞാനൊരു 100 പേർക്കുള്ള സദ്യയായിട്ട് വരുന്നുണ്ട്. ഇതേ റെസിപ്പികൾ ഇതിൽ നല്ല രീതിയിൽ കേട്ടോ.
ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാനായിട്ട് നല്ല ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഭാഗ്യൻ. കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ ഭാഗ്യൻ്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഇപ്രാവശ്യം അതിനൊരു മൂടൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പുള്ളിക്ക് കിണറ്റിന് ചേറെടുക്കലും കുളവും ഒക്കെ ആയിട്ട് ഇത്തിരി ബിസിയാണ്. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ നമുക്കൊരു സദ്യ ഉണ്ടാക്കി ആളൊന്ന് സന്തോഷിപ്പിക്കാമെന്ന്. ഇങ്ങനെ സദ്യ ഉണ്ടാക്കലും കേക്ക് മുറിക്കലും ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പല സാഹചര്യങ്ങളിലും പല വർഷങ്ങളിലും നമുക്കതൊന്നും എപ്പോഴും ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകാം. ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേ 2 കൊല്ലമായിട്ട് ആഘോഷിച്ചിട്ടില്ല. കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലവും ഒക്കെ ആയിട്ട് ഓരോരോ പ്രശ്നങ്ങളിൽ പെട്ട് പോയായിരുന്നു. ഈ കൊല്ലം എന്തായാലും കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ആരാഘോഷിക്കാമെന്ന്. ഇവരൊന്നും ചിന്തിക്കാറോ നമ്മുടെ ബർത്ത്ഡേനെ കുറിച്ച് ആലോചിക്കാറോ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാറോ കൂടി ഇല്ല കേട്ടോ. എങ്കിലും നമ്മൾ ആലോചിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം നമുക്കും കിട്ടുന്ന അവരെന്താല്ലേ ചിന്തിക്കാത്ത. എന്തായാലും അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ പയറുപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള സംഭവം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കാം. ഇന്ന് നമ്മൾ പയറും അതുപോലെ തന്നെ കാബേജും കൂടെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും വേണ്ട, നമുക്ക് പയറുപ്പേരി മാത്രം മതിയെന്ന്. കാരണം ഇത് എത്തിക്കേണ്ട ഇടം വരെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വേണമെങ്കിൽ ഒരു 1.5 വരെ അവർ ക്ഷമിക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ ക്ഷമിക്കാൻ പറയാൻ പറ്റില്ല. കാലത്ത് കഞ്ഞി കുടിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ പുട്ടും കടലും ഒക്കെ കഴിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ഉച്ചവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അവരോട് ഇച്ചിരി നേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിതേ ഉള്ളി മാറ്റി സവോളയിൽ നമ്മുടെ ഉപ്പേരി തയ്യാറാക്കി എടുക്കാം. സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ടൊന്ന് വഴട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പയർ അച്ചിങ്ങ എന്ന് പറയില്ല നിങ്ങളുടെ നാട്ടിൽ, നമ്മുടെ ഇവിടെ പയറാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മലബാറിലേക്ക് എത്തുമ്പോൾ അത് പയറാവുമെന്ന് തോന്നുന്നു. ആ പയറും അതോടൊപ്പം തന്നെ കുറച്ച് നാളികേരം കൂടെ ചിരകിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ധാരാളം പച്ചക്കറികൾ കഴിക്കണം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ കുറേ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പേരി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഓരോ വശത്തുനിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗഡുബഡ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പരിപ്പും പയറും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ എവിടെ എങ്ങനെ ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ. പക്ഷേ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് കുറച്ച് കൊല്ലങ്ങളായല്ലോ. കുക്കിംഗ് എന്ന് എപ്പോഴും ഞാൻ പറയാറില്ലേ, പ്രാക്ടീസ് മേക്ക് ദ മാൻ പെർഫെക്റ്റ് ആണെന്ന്. ഇതിലത്തെ പൊടികളുടെ അളവുകളായാലും ഈ ഒരു സ്കില്ലായാലും ഇതൊരു അടിപൊളി സ്കില്ലാണ്. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്കില്ലല്ല. വൺസ് ഈ സ്കില്ല് മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചേരുവകളും ആ ഒരു പാകവും ഒക്കെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ നാളികേരം മോരിലേക്ക് അടിച്ചൊഴിച്ചിട്ടുണ്ട്. ജിമ്മ് കഴിഞ്ഞ് വരുന്ന വഴി നമ്മുടെ കൃഷ്ണൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ ആ ഒരു തൈര് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിക്കണമായിരുന്നു. അപ്പോൾ ഞാനത് മറന്നുപോയി, പിന്നെ നേരം ഉണ്ടായില്ല. അങ്ങനെ നമ്മുടെ മോര് കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പപ്പടവും റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ വെറും ഒരു 1 മണിക്കൂറിനുള്ളിൽ സെറ്റായിട്ടോ. ഞാനത് ഇത്ര സ്പീഡിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ തലൂര് വീട്ടിൽ ചേട്ടന്മാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കില്ലേ കടയിലേക്ക്, ആ സമയത്ത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ എൻ്റെ പരിപാടികൾ പെട്ടെന്ന് തന്നെ തീരുമായിരുന്നു. ഒരു ഉപ്പേരി, കാലത്ത് കഞ്ഞി, അതുപോലെ തന്നെ അതിനെന്തെങ്കിലും മുട്ട പൊരിച്ചതോ അച്ചാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലുകൾ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീണ്ടും അടുത്ത ഉപ്പേരി, വീണ്ടും ചാറ് കറി, പിന്നെ എന്തെങ്കിലും പൊരിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഓട്ടം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഓട്ടം. അതിൽ നിന്നൊക്കെ ഞാൻ എത്രയോ മാറി. ആ മാറ്റം അനിവാര്യമാണെന്ന് എനിക്കും തോന്നാറുണ്ട്. അങ്ങനെ വന്നിരുന്നപ്പോൾ നമ്മുടെ അത്യാവശ്യം എല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭാഗ്യനും അച്ഛനും പിന്നെ നമ്മുടെ രമേശ് ചേട്ടനും കൂടിയിട്ടാണ് ഇപ്രാവശ്യത്തെ പിറന്നാൾ സദ്യ ഒരുമിച്ചിരുന്ന് ഉണ്ടത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാമ്പാർ, ഒരു ഉപ്പേരി, പിന്നെ ഇത്തിരി മോര് കൂട്ടാൻ, പപ്പടം, പിന്നെ എൻ്റെ പല വകയുള്ള അച്ചാറുകളും കൂടി ആയപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സന്തോഷം നിറഞ്ഞ ഊണ് കഴിക്കലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു പിറന്നാൾ സദ്യ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ അവരുടെ കൂടെ ഇരുന്നില്ല, കാരണം എനിക്കിങ്ങനെ റിലാക്സ് ആയിട്ടിരുന്ന് ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നതാണ് ഇപ്പോൾ ഇഷ്ടം. ശ്രീകുട്ടനില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടല്ലോ, പുള്ളിക്കാരൻ വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കണം സ്നാക്കായിട്ട്. പുള്ളിക്ക് സദ്യ ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് അവല്ലാത്ത സങ്കടങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല കേട്ടോ. ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേക്ക് വരെ നമ്മൾ ചിക്കൻ വിളമ്പും. ആൾക്കൊരു കഷ്ണം ചിക്കൻ കിട്ടിയാലാണ് ബർത്ത്ഡേ വരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ അവരുടെ കൂടെ നിന്ന് അവർ ഉണ്ണുന്നത് നോക്കിയപ്പോൾ ഒരു മാനസമാധാനം തോന്നി. 1:30 ആയപ്പോഴേക്കും എൻ്റെ പരിപാടികളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും വിളമ്പി ഒരു ഇല.
എനിക്കിപ്പോൾ നോൺ വെജിനോട് വലിയ താല്പര്യമൊന്നുമില്ലടാ, പക്ഷേ ചിക്കൻ കഴിക്കണം. ജിമ്മിനൊക്കെ പോകുമ്പോൾ നല്ല പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ ശരീരത്തിൽ എത്തിയാൽ മാത്രമാണ് നമുക്ക് മുടി കൊഴിച്ചലും ബാക്കിയുള്ള അസുഖങ്ങളും വരാണ്ടിരിക്കുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ നോൺ വെജിലേക്ക് അങ്ങോട്ട് ചുവട് വയ്ക്കാനുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല നോൺ വെജ് വേണമെന്നും, പക്ഷെ എനിക്ക് നല്ല രസമുള്ള സാമ്പാറും അവിയലും ഒക്കെ കൂട്ടി സദ്യ ഉണ്ടാകാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് കല്യാണങ്ങൾക്ക് പോകുമ്പോൾ സദ്യ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോകും കേട്ടോ. ഭാഗ്യം എന്താ, എനിക്കൊരു ഗ്ലാസ് വെള്ളം വെച്ച് തന്നിട്ട് ആളുടെ പരിപാടിക്ക് പോവാണേ. ഞാൻ തന്നെ ഉണ്ണുന്നത് കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ക്യാമറ തിരിച്ചു വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഫുഡ് കഴിക്കണത്. അങ്ങനെ നല്ല ആസ്വദിച്ച് ഇടത്ത് കൈ കൊണ്ട് കഴിക്കുന്നൊരു ഫീലാണല്ലേ. സത്യത്തിൽ ഞാൻ വലത്ത് കൈ കൊണ്ടാണ് കഴിക്കണത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അടുക്കളയിൽ എന്തോരം പാത്രങ്ങളാണ് കഴുകാൻ വേണ്ടിയിട്ട് കിടക്കണേ. ഒരു പടക്കളം തന്നെ ഉണ്ടെന്ന്. നമ്മൾ എന്തൊക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നാലും അല്ലെങ്കിൽ എന്നും ആലോചിക്കാതെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നു തീരുമാനിച്ചാലും നമ്മുടെ തലരുള്ളിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവാന്നറിയൂ. ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ നമ്മൾ ഭയങ്കര സംഭവമാണെന്ന്. മൾട്ടി ടാലൻറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഒരു കറിക്ക് അരിയാണെന്നുണ്ടെങ്കിൽ ആ കറി ഉണ്ടാക്കി കഴിഞ്ഞത് നമ്മുടെ മനസ്സിൽ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള കത്തി എവിടെയാണ്, ഉള്ളി എവിടെയാണ്, നമുക്കൊന്നും അന്വേഷിക്കണ്ട, നമുക്കതറിയാം എവിടെയാണ് ഇരിക്കണേന്ന്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലത്തെ ആ പ്രവർത്തനങ്ങൾക്കൊപ്പം കൈയും കാലും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്ത് അത്ഭുതത്തോടെയാണല്ലേ പെണ്ണുങ്ങളെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ അച്ഛൻ വന്ന് പറഞ്ഞു ബാക്കിയുള്ള സ്ഥലം കൂടി ചെയറെടുക്കാനായിട്ട് അച്ഛൻ പോകാൻ മോളായിരുന്നു. അപ്പോൾ ഞാൻ ഊണ് കഴിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഇല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലിരുന്ന് കഴിക്കുമ്പോൾ മാത്രമാണല്ലേ നമുക്കിതുപോലെ തന്നെ കൈയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് എണീറ്റ് പോരാൻ പറ്റുള്ളൂ. സംഭവം സെറ്റായിരുന്നു കേട്ടോ. എൻ്റെ ഇല കാണുമ്പോൾ മനസ്സിലാവില്ലേ, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല രുചിയും ഉണ്ടായിരുന്നു. അവരെന്നെ പറ്റി മാത്രമല്ല വേറെ ഒരുപാട് പേരെ പറ്റി മോശമായി. ഒരുപാട് തലകൾ കൊയ്യുവാൻ വേണ്ടിയിട്ട് കടന്നുകൂടിയ ട്രൈറ്ററാണ് അവർ. പിന്നെ CPM-ന്റെ ചേർന്ന് നിൽക്കുന്ന ഓരത്ത് ചേർന്ന് നിൽക്കുന്ന രണ്ടുപേർ, ഇവരുടെ ഒരു സംഘം. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങടക്കമുള്ള മാധ്യമം സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പടക്കളം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് പുതിയൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇൻ്റർവ്യൂകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇൻ്റർവ്യൂകൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഒറ്റയ്ക്കുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യന്മാരുടെ ശബ്ദം എൻ്റെ ചുറ്റും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോടാ, നമ്മുടെ സ്റ്റോറി ടെല്ലിൽ കഥകൾ കേൾക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇൻ്റർവ്യൂകളോ പോഡ്കാസ്റ്റുകളോ കേൾക്കും. ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക ഞാൻ. ഇങ്ങനെ മടി മാറ്റാം. പിന്നെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഇൻ്റർവ്യൂസ്, പിന്നെ നമ്മുടെ ഇപ്പോൾ KLF-ൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും കാണും. അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കി ഞാൻ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് ചെയ്യാൻ വേണ്ടി പോയി വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് പുതിയൊരു ബോട്ടിൽ കാണിച്ചു തരാമെന്ന്. ഈ കേട്ട ഇൻ്റർവ്യൂ ആരുടെയെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ ബോട്ടിൽ ഞാൻ മേടിച്ചത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിൽ നമുക്ക് ഒരു 10 മണിക്കൂറോളം ചൂടോ തണുപ്പോ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഫ്ലാസ്ക് തെർമൽ ഒരു ടംബ്ലർ പോലത്തെ ഒരു സംഭവമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്കിത് എന്താ പറയുക, ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എൻ്റെ പേഴ്സണൽ ബോട്ടിലാണ്. നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്കത്. 568 രൂപയ്ക്കോ മറ്റോ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മയോസിൻ്റെ ഒരു ബോട്ടിൽ മേടിച്ചതാണ്. 2 സ്ട്രോ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ആ ഒരു ഐസ് ട്രൈയും മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് സിലിക്കോൺ ആയതുകൊണ്ട് അടിയിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ഡിമോൾഡ് ചെയ്ത് വന്നോളും ഐസ്. ഈ കാണുന്ന രീതിയിലുള്ള 2 സ്ട്രോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലീനിങ് ബ്രഷും ഇതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്ട്രോ ഉപയോഗിച്ചിട്ടാണ് അവർ വെള്ളം കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യമായിരിക്കും. എവിടെയാണ് എങ്ങനെയാണ് അണുക്കളുള്ളത്, നമ്മുടെ പിള്ളേരുടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ വളരെ കുറഞ്ഞു വരുന്ന സമയമല്ലേ. അത് കാരണം കൊണ്ട് എപ്പോഴും കുറച്ച് ക്ലീനായിട്ടും നീറ്റായിട്ടും നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടും കൊണ്ടു നടക്കുന്നത് നല്ലതായിരിക്കും. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു വെച്ചൂലേ. അപ്പം എന്തായാലും ബോട്ടിൽ അടിപൊളിയല്ലേ. അപ്പം ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഉപയോഗിച്ചിരിക്കുന്ന പുതിയ പ്രൊഡക്റ്റ് മൊത്തം ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽ അവിടെ അങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ചീഞ്ഞ പഴങ്ങളെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയൊരു പരിപാടിയാണ്. അപ്പോൾ പഴങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് ചീഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലത് കളയാൻ പറ്റില്ലല്ലോ, നമ്മുടെ പറമ്പിലുണ്ടായ പഴമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ മുറിച്ചു കൂട്ടി ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശ്രീകുട്ടൻ വരുമ്പോഴേക്കും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അച്ഛൻ്റെ പിറന്നാളാ, അമ്മയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിക്കോളോ എന്ന് പറഞ്ഞിട്ടാണ് അത്ര ആൾ വണ്ടിയിൽ കയറി പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് വരുമ്പോൾ ഇറച്ചി മീനൊക്കെ
വെക്കുകയാണെങ്കിൽ ഹാപ്പി ആയിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ അതൊന്നും വെക്കാത്ത കാരണം ചെറുതായിട്ട് ഒരു എഗ്മോസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. കുറച്ച് നാളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഈ സംഭവം വീട്ടിലുണ്ടാക്കണം, ഭയങ്കര ഹെൽത്തി ആണെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഒരുപാട് ദിവസമായി. അപ്പോൾ നമുക്ക് 2-3 പഴം എടുത്ത് അത് മാറ്റി വയ്ക്കാം. ഈ മുട്ട 2 ഉണ്ണിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ നമ്മുടെ ബ്ലെൻഡറിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ജാറിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പഴം എത്ര വേണോ, എത്ര ലൂസ് ആവണോ, എത്ര കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് പഴം ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു 5-6 ഡ്രോപ്പ് നമ്മുടെ ഈ ഒരു വാനില എസൻസ് ഇട്ട് കൊടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ലൈറ്റും ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഈ മധുരം ഒന്ന് കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ശ്രീകുട്ടനായ കാരണം കൊണ്ടാണ് ഞാൻ നമ്മുടെ ഷുഗർ യൂസ് ചെയ്യൽ കുറച്ച് നാളായിട്ട് കുറച്ചിട്ട് ഈ ഒരു ഷുഗർ ഫ്രീ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് 3 ഗ്രാം വീതം ഡെയിലി കഴിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഡെയിലി കഴിക്കാത്ത കാരണം കൊണ്ട് ആഴ്ചയിലൊരിക്കലൊക്കെ കഴിപ്പുള്ളൂ. അപ്പോൾ ഇത്തിരി അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡേറ്റ്സ് ഉണ്ടല്ലോ അതും കൂടെ അതിൽ ഒരു 2 ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി ഹെൽത്തി ഫൈബർ റിച്ചും ആക്കാമെന്ന് വിചാരിച്ചു. അയൺ കണ്ടൻറ്റൊക്കെ ധാരാളം ഉള്ളതാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എൻ്റെ മക്കളെ, ഇതാണാടാ ഹെൽത്തി എന്നൊക്കെ. ഇത് ഹെൽത്തി കുട്ടൻ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഒരു ചോക്ലേറ്റ് മോസ് വീഴുന്ന ഒരു പോലെയില്ലേ, അതുപോലെ തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എഗ്ഗ് ഉണ്ടെന്നൊന്നും പറയൂല. എൻ്റെ പൊന്നി എന്തൊരു ടേസ്റ്റ് ആടോ. നിങ്ങൾ ഡയറ്റിലുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് നല്ല ക്രേവിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ്. അടിപൊളി സംഭവമാണ്. നമുക്ക് ഇത്തിരി കൂടി ഐസ് ഇട്ടിട്ട് അടിച്ചെടുക്കുമ്പോഴേ നല്ല അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലായി കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കട്ടെ. ശ്രീകുട്ടൻ വരാനായിട്ട് എന്തായാലും സമയമെടുക്കും. അപ്പോഴേക്കും ഇതൊന്ന് അടിപൊളിയായിട്ട് വരട്ടെ കേട്ടാ. ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിലേ 2 ഐസ് ക്യൂബ് ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് പോലെ ഐസ്ക്രീം പോലെ കിട്ടും. ഇതൊരു ഡയറ്റ് ഫുഡാണ്. ഡയറ്റിൽ ഇത്രയും ഡെലീഷ്യസ് ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതാണ് നമ്മൾ സലാഡുകളൊക്കെ ഇങ്ങനെ ഡ്രസ്സിങ്ങൊക്കെ ചേർത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. പ്രോട്ടീൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, അതിൽ കാർബോഹൈഡ്രേറ്റ് എങ്ങനെ കുറയ്ക്കാം. അതിപ്പോൾ നമ്മുടെ ബോഡി ഷേപ്പ് അനുസരിച്ചാണ് കേട്ടോ. വണ്ണം കുറയേണ്ടവർക്കാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ലോ കാർബ് എടുക്കുന്നത്. വണ്ണം കൂടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നോർമൽ കാർബ് എടുക്കാം. ആക്ച്വലി നമ്മുടെ ഈ ഡയറ്റ് എന്ന് പറയുന്നത് ഒരു സയൻസാണ്. അത് നമ്മൾ പഠിക്കുക തന്നെ വേണം. മനസ്സിലാക്കി കിട്ടിയാൽ അടിപൊളി. നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, ബട്ട് കൺട്രോൾ. പലർക്കും ഇപ്പോഴും ഡയറ്റിൻ്റെയും ജിമ്മിൻ്റെയും ഒന്നും കൺസെപ്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സയൻസ് ആണോ, പഠിക്കണം. അടിപൊളി. പണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കയ്യൊക്കെ ഇങ്ങനെ നക്കുന്ന ഷോർട്സൊക്കെ കാണിക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ആൾക്കാർ എന്ത് പറയുന്നു. ഇപ്പം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തോന്നലേ ഇല്ല. ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ എന്താണോ അതാണ് ഞാൻ എന്ന് ഉള്ളത് നിങ്ങളെ കാണിക്കാനാണ് എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ റിലാക്സ് ആയിട്ടാണ് നമ്മുടെ വീഡിയോസും വ്ളോഗുകളും ഒക്കെ. എടുത്തിട്ട് പോയോ നമ്മുടെ ചോക്ലേറ്റ് മൂസ് എങ്ങനെയുണ്ടെന്ന് പറയും. എഗ് മൂസ്, എഗ്ഗാന്ന് പറയൂ. അത് ചേച്ചിമാരോട് ചേട്ടന്മാരോട് ഉണ്ടാക്കി നോക്ക്. നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കൂ. ക്ലീൻ ആയിട്ട്. ഹെൽത്തി കുട്ടാ. എന്റെ അത്രയായിക്കോട്ടോ. കണ്ടോ നിങ്ങള്, കണ്ടോ. ശ്രീകുട്ടൻ 3:45 ഒരു 4 മണിയാകുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് എത്തൂട്ടോ. അപ്പോൾ അവനത് കൊടുത്തപ്പോൾ ഗംഭീര ഇഷ്ടമായി. ഞങ്ങളത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ആരും എന്നോട് പറഞ്ഞായിരുന്നു, ക്രോക്സിൻ്റെ ചെരുപ്പ് കൂട്ടില്ലേ ശ്രീ, അടിപൊളിയാണ് ശ്രീ, ക്രോക്സിന് കുറ്റം പറയല്ലേ ശ്രീ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഈ ക്രോക്സിൻ്റെ 2ാമത്തെ ചെരുപ്പാണ് എൻ്റെ. 7000 രൂപയാണ് ഇതിൻ്റെ വില. ഓഫർ വന്നിട്ട് ഞാൻ 4000 രൂപയ്ക്കോ മറ്റേ മേടിച്ച ചെരുപ്പാണ്. എത്ര ചെരുപ്പ്, 10 ചെരുപ്പ് മേടിക്കായിരുന്നു അല്ലേ. അത് പൊട്ടു കേട്ടോ. ക്രോക്സിൻ്റെ ചെരുപ്പ് പൊട്ടും. ആരെങ്കിലും ഇനി എന്നോട് എന്താ പറയുക തർക്കിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടു തരില്ല. ക്രോക്സിൻ്റെ 2 ചെരുപ്പ് എൻ്റെ പൊട്ടിയായിരുന്നു. അങ്ങനെ നമുക്ക് എന്തായാലും ഈ കാണുന്ന ഇന്നിപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം തന്നെ മേടിച്ച ബാക്കിയുള്ള 2 ടോപ്പും കൂടെ കാണിച്ചു തരാം. ഈ 2 സൈഡിൽ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാനത് ഇടാറുള്ളത്. കാരണം എൻ്റെ വയറിൻ്റെ അവിടെ ഇതിങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കും. എല്ലാവർക്കും ടൈറ്റ് ആയിട്ടിരിക്കുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ 6 പാക്കുള്ള ആൾക്കാർക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലൂസായിട്ടിരിക്കും. ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് അത് ഇങ്ങനെ തയ്ച്ചു വിടുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. വീണ്ടും നമ്മൾ എന്തെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ
അതിൻ്റേതായ ഒരു ചിട്ടയിലും അതിൻ്റേതായ മറ്റുള്ളവർ ഉപയോഗിക്കണം എന്നുള്ള രീതിയിലും വേണ്ട ചെയ്ത് വിടാൻ. ഇത് ഉള്ളിലേക്കിട്ട് അടിക്കാൻ ഒരു തുണ്ട് സ്പേസും അവർ കൊടുത്തിട്ടില്ല. അപ്പം എന്തായാലും മൂന്നാമത്തേതാണ്, ആദ്യത്തെ നമ്മൾ ഇട്ടായിരുന്നല്ലോ, മൂന്നാമത്തേതാണ്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. എനിക്ക് ചൂട് വലിയ പ്രശ്നമില്ലാത്ത കാരണം കൊണ്ട് മേത്ത് ഇങ്ങനെ കെടുക്കണേന്ന് തോന്നില്ല. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ആ ഡ്രസ്സ്. ഈ ഒരു എന്താ പറയുക, ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു 7 എണ്ണമൊക്കെ കിട്ടും ഒരെണ്ണത്തിൽ. 700 രൂപയും മറ്റുള്ളൂ, 100 രൂപയും കണ്ടാണ് ഒരെണ്ണത്തിന് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് അടുത്തത്. ഭയങ്കര കംഫർട്ടബിളായിട്ട്, അന്ന് കുറച്ച് നീറ്റായിട്ട് ഒരു കുലസ്ത്രീ ലുക്കൊക്കെ വരുന്ന പോലത്തെ ഒരു സംഭവം. എല്ലാവരും പണ്ടത്തെ പോലത്തെ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുലസ്ത്രീ ഈസ് നോട്ട് എ വേർഡ്. അപ്പോൾ കണ്ടടാ, ഇതാണ് അതിൻ്റെ ഒരു ലുക്കും ഭാവവും എന്നൊക്കെ പറയണത്. എങ്ങനെയുണ്ട് പിങ്ക്? എങ്ങനെയുണ്ട്? ഈ കുലസ്ത്രീ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിമറിച്ചത് നമ്മുടെ വായനകളാണ്. ബുക്സ് റീഡ് ചെയ്യുന്നതിലോടൊപ്പം തന്നെ ഞാൻ ഈ കേൾക്കുന്ന കഥകളോടൊപ്പം ഒക്കെ തന്നെ ബാക്കിയുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നതോടൊക്കെ ഒപ്പം തന്നെയാണ്. അതാണ് എനിക്ക് തോന്നുന്നു, എഡ്യൂക്കേഷൻ മേക്ക് ദ മെൻ സം എന്താ പറയുക, വെരി ബോൾഡ് എന്നൊക്കെ പറയില്ലേ, അത് ആ വായന എപ്പോഴും നല്ലതാണെന്ന് തോന്നുന്നു. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് എത്ര കറക്റ്റാണെന്ന് കുറച്ച് നാളുകൾക്കുള്ളിലാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ ചിന്താഗതികളും നമ്മുടെ തോട്ട്സും നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മണ്ടത്തരാണെന്ന് മനസ്സിലാക്കുന്നതും ഒക്കെ വായനയിലൂടെയാണ് കേട്ടോ. മാത്രമല്ല വായിക്കണം എന്നില്ല, നമ്മൾ കേട്ടാലും മതി നല്ല നല്ല ബുക്സുകൾ, ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ, പോഡ്കാസ്റ്റുകൾ ഒക്കെ കേട്ടാൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും, മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പിന്നെ നമ്മൾ അടിയുറച്ചിരുന്ന വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ തന്നെ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. നമ്മുടെ പൂർവികരും അല്ലെങ്കിൽ നമ്മുടെ പേരൻസും പറഞ്ഞു തന്നിരുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ ഞാൻ മടക്കി വെച്ച ഡ്രസ്സുകളുമായി നമുക്ക് ഇനി കുളം കാണാൻ പോവാം. കുളം ചേരെടുക്കണ്ട, അവിടേക്ക് പോവാ. കഴിയാറായി. പറമ്പിൻ്റെ അറ്റത്ത് നമുക്കിതായി കാണുന്ന ഒരു കുളമുണ്ട്. ഈ കുളം നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താടാ നീല കളറായിട്ടുള്ള കുളമായിട്ടാണ് കണ്ടിട്ടുണ്ടാവുക. ആ കുളത്തിന് ഇപ്പോൾ ഇതാ വലിയ ഗംഭീര മാറ്റം വരുത്താൻ പോവുകയാണ്. ഭാഗ്യൻ്റെ ചെയറൊക്കെ എടുക്കാൻ പോവുകയാണ്. പ്രളയം വന്ന സമയത്ത് കാട്ടിൽ നിന്ന് ഒഴുകി വന്നിട്ടുണ്ടായിരുന്ന മണൽ ഇതിലിങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ അടിഞ്ഞു കൂടിയ മണൽ മൊത്തത്തിൽ ഇപ്പോഴും അടിഞ്ഞു തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ നീല കളറുള്ള വെള്ളമാവും കേട്ടോ. ഇപ്പോൾ ആവില്ല, ഇതിങ്ങനെ തുളുമ്പി ഇങ്ങനെ പോകണം. നല്ല മഴക്കാലത്ത് ആവാറുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു ലൈറ്റ് പച്ച കളറിലൊക്കെയാണ് കിടക്കാറുള്ളത്. ഇതിൽ നിന്നാണ് നമുക്ക് തോട്ടം നനയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കാറുള്ളത്. കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇതിൽ എടുക്കാറുണ്ട്. കുളിക്കലൊന്നും ഇതിലങ്ങനെ വലിയ കാര്യമായിട്ട് ഇപ്പോൾ ആരും നടത്താറൊന്നുമില്ല കേട്ടോ. ഇത് ചേച്ചിയുടെ പറമ്പിൻ്റെ അറ്റത്തായിട്ടാണ് വരുന്നത്. കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. ഒരു 200 മീറ്ററോളം നടന്നാലാണ് ഈ ഒരു ഇവിടേക്ക് എത്തുകയെന്ന് തോന്നുന്നു. ചേട്ടന്മാർ വന്നവരെന്തായാലും ഗംഭീര പണിക്കാരായിരുന്നു. ഓരോ മുക്കും മൂലയും വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ്റെ അവിടെ അങ്ങനെ വൃത്തിയാക്കുന്നു. ആ വരുന്ന കോണി താഴത്തേക്ക് ആർക്കും ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ വിജുവേട്ടനും എല്ലാവരും കൂടിയിട്ടാണ് വൃത്തിയാക്കലൊക്കെ നടക്കുന്നത്. പിന്നെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കിണറും ഉണ്ട്, അതൊന്ന് വൃത്തിയാക്കണം. അതിൻ്റെ ചുറ്റും കുറച്ച് അലുത്തുകൊലുത്ത് ചെടികളൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഈ ചെടികളൊക്കെ അങ്ങനെ പറിച്ച് കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കിയിടും. നാട്ടുമ്പുറങ്ങളിൽ പണ്ടും കണ്ടുവന്നിരുന്ന ഒരു കാഴ്ചയാണല്ലേ ഈ ചേറെടുക്കൽ എന്നൊക്കെ പറയണത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ മീനെ കിട്ടിയായിരുന്നു കേട്ടോ. എനിക്ക് ഈ മീനെ ഇഷ്ടമല്ല, അത് കാരണം കൊണ്ട് ഞാൻ ആ മീനെ ഇളയമേനെ ഏൽപ്പിച്ചു. വലിയ മീനുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ തോടുണ്ട്. ആ തോട്ടിൽ നിന്ന് മീനുകൾ അങ്ങോട്ടും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മീനുകൾ അങ്ങോട്ടും ഒക്കെ പോവും. അപ്പോൾ രമേശ് ചേട്ടൻ കണ്ടോ ഓരോ മീനെ പിടിച്ച് ആ കാണുന്ന കറുപ്പക്കോട്ടയിലേക്ക് ഇടുന്നത് കണ്ട. അങ്ങനെ കുറച്ചധികം മീനെ തന്നെ കിട്ടിയായിരുന്നു കേട്ടോ. എനിക്കിത് കഴിക്കാനും വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല, പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ്. ഒന്നും നമ്മൾ ആഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫിഷാണെന്നൊക്കെ പറഞ്ഞ് ഭാഗ്യനെ കഴിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഞാൻ കഴിക്കാറില്ല. ചേറെടുക്കുന്ന മോട്ടർ പണ്ട് എനിക്കിങ്ങനത്തെ ചേട്ടന്മാരൊക്കെ പണിയെടുക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സഹതാപവും എനിക്ക് ഭയങ്കര മോട്ടിവേഷനൊക്കെ ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ലടാ. കാരണം അവരവരുടെ പണി അതിഗംഭീരമായിട്ട് എടുക്കുന്നു. അതിനേക്കാൾ വൃത്തിയായിട്ടാണ് നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവരെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ജീവിതത്തിൽ നമ്മുടെ ലൈഫ് നമ്മൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. അയ്യോ അവരുടെ പോലെ ആവാൻ പറ്റണില്ലല്ലോ, ഇവരുടെ പോലെ ആവാൻ പറ്റണില്ലല്ലോ. നമുക്ക് ആരുടെയും പോലെ ആവാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ പോലെ ആവാനേ പറ്റുള്ളൂ. അത് കാരണം കൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്യില്ലേ, ശ്രീ ചേച്ചിയുടെ പോലെ അങ്ങനെ
അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ശ്രീജിച്ചിട്ട് വീഡിയോ കണ്ടപ്പോൾ മോട്ടിവേഷനായിരുന്നു. അല്ല, നിങ്ങൾ നെവർ കമ്പൈൻ യുവർ സെൽഫ് വിത്ത് മീ. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ വേറെയാണ്, ഞാൻ താമസിക്കുന്നത് വേറെയാണ്, നിങ്ങൾ ഈ കാണുന്നത് മാത്രമാണ് ഞാൻ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അത് കാരണം കൊണ്ട് എപ്പോഴും കമ്പയർ ചെയ്യാതെ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ജീവിച്ചാൽ മതി. നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എടുത്ത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ നിമിഷവും ഹാപ്പി അല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ജീവിക്കുക. ഇവരിപ്പോൾ ഇവരുടെ ലൈഫിൽ ഇവർ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിന്ന് കയറി 2 എണ്ണമൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് കിടന്നുറങ്ങുന്നു. അവരവരുടെ ലൈഫിൽ ഹാപ്പിയാണ്. നമ്മൾ ഇവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇവർ ഇത്രയധികം പണികൾ ചെയ്യുന്നതല്ലേ, നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന്. നമുക്കൊരിക്കലും അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അവരത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം ചെയ്തിട്ട് വേണം കഞ്ഞി കുടിക്കാനൊക്കെ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് കാരണം കൊണ്ട് ലിവ് യുവർ ലൈഫ് വിത്ത് ഹാപ്പി മൈൻഡ്. അപ്പം നമുക്ക് എന്തായാലും ഉപദേശം നിർത്തി ഇനി ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ കുളം അതിഗംഭീരമായിട്ട് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, കിണർ വെള്ളം, അതും വൃത്തിയാക്കാനുണ്ട് എന്നാണ് ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കെട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് വീണിട്ട കല്ലുകളൊക്കെയാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അതൊക്കെ ഇനി കരയിലേക്ക് കയറ്റണം. അപ്പോൾ നമുക്കിനി പതുക്കെ ശ്രീകുട്ടന് സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവനെ അവിടെ കൊണ്ടുപോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയാലോ. കുളം ചേറെടുത്തു, കുറേ മീമീനെ കിട്ടി. മീമി വറുത്തടിക്കാന്ന്. പക്ഷേ ഭാഗ്യന് മാത്രമേ മീൻ ഇഷ്ടമുള്ളൂ. എനിക്ക് ആ മീൻ നന്നാക്കാൻ അറിയൂല. എനിക്ക് നന്നാക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരും. വഴുവന്നിരിക്കും. പണ്ടൊക്കെ ചെയ്യായിരുന്നു കേട്ടോ, എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും അത് നന്നാക്കിയത്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം എനിക്ക് ആരെങ്കിലും നന്നാക്കി തന്നാൽ മതി എന്നായി. ഇപ്പം ഇളയമ്മ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മീനെ കാണിച്ചാൽ കേട്ടാ. അങ്ങനെ നമുക്ക് ഒരു പപ്പക്കായൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചുറ്റും പപ്പക്കായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വാഴന്നനെ നിർത്തിയപ്പോൾ പപ്പക്കായ നനയ്ക്കലും നിർത്തി. അത് കാരണം പപ്പക്കായ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവണില്ല. എങ്കിലും ഇച്ചിരി വലുപ്പമൊക്കെ ഉള്ളൊരു പപ്പക്കായാണ്. പപ്പക്കായ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ശോധനയുണ്ടാവും. നമ്മളിപ്പോൾ ജിമ്മിനൊക്കെ പോകുന്ന സമയത്ത്, വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരും, അതായത് കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ പപ്പക്കായ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കണം എന്ന് പറയണതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ട്. അപ്പോൾ ഒരുപാട് കാരണങ്ങളുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഫുഡ് അടിപൊളിയായിട്ട് കഴിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മീനുകളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലത്തെ അടിപൊളി മീനുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് എണ്ണയൊക്കെ വളരെ കുറച്ച് സ്പ്രേ ചെയ്തൊക്കെ വറുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തിയാണ്, സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ മീൻ എന്തായാലും ചത്തിട്ടില്ല. അത് കാരണം അതിനെ തൊടാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അത് കാരണം ഇളാമ എനിക്ക് നന്നാക്കി തന്നു കേട്ടോ. ഇളാമ നന്നാക്കി വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ഇത് മറ്റേ മാന്തൽ പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ. ഞാൻ അതിൻ്റെ ഇടയിൽ ഡ്രസ്സൊന്നും മാറിയായിരുന്നു, വേറൊരു ഷൂട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാറിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെയൊക്കെ ഒന്ന് നനച്ച് എൻ്റെ സായാഹ്നം അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. ശ്രീകുട്ടൻ്റെ സ്കേറ്റിംഗ് ക്ലാസ്സിന് പോയി വന്നപ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നനച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളിനി വരുമ്പോൾ 8 മണി 9 മണിയൊക്കെ ആവുകയും അപ്പോൾ എനിക്ക് പിന്നെ നനയ്ക്കാനൊന്നും നേരം കിട്ടില്ല. ഈ നിൽക്കുന്ന ചെടികളൊക്കെ ഞാൻ കുറച്ച് ദിവസം നനയ്ക്കാണ്ടായപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയായിരുന്നു. അത്ര ചൂടാണ് ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് NPK ഒക്കെ ഇട്ട് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെ സായാഹ്നം നോക്കി നിൽക്കെ ഞാൻ ശ്രീകുട്ടനെ കൊണ്ട് സ്കേറ്റിംഗ് ക്ലാസ്സിൽ പോയി. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് എനിക്കതൊക്കെ ആസ്വദിക്കാനായിട്ട് സമയം കിട്ടാത്ത കാരണം കൊണ്ട് കുറച്ച് നേരം ചുറ്റുമുള്ള കാര്യങ്ങൾ അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഒരു ഫോണൊക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു മീൻ ടൈം എന്നൊക്കെ പറയില്ലേ, അതൊരു 10 മിനിറ്റ് ചെയ്തെടുക്കാറുണ്ട് ഞാൻ ഇത് ചെയ്യുന്നതും പറയുന്നതും കണ്ടിട്ടെങ്കിലും നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠനബന്ധുവിന്റെ പേരിൽ ഗൈഡുകൾ സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ ജെഫ്രിക്ക് സാധിക്കുന്നുണ്ട്. പിയാനോ തിരക്കേടില്ലാതെ വായിക്കുമായിരുന്ന അയാൾക്ക് ഗണിതത്തിൽ അത്യസാധാരണമായിട്ടുള്ള സിദ്ധി ഉണ്ടായിരുന്നു. 16 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ജെഫ്രി ഈശ്വരിലെ കൂപ്പർ യൂണിയനിൽ അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾക്ക് ചെന്നു ചേരുന്നു. പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷേക്ക് അടിച്ച് വന്നപ്പം അതങ്ങോട്ട് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ചപ്പാത്തിയും പനീർ കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. വന്നപ്പന്നെയാണ് എനിക്ക് ഞാൻ പോകുമ്പോൾ നമുക്കിവിടെ ഒരുപാട് കാലങ്ങളായിട്ട് ഡെലിവറി ചെയ്യുന്ന പിള്ളേരുണ്ട് കേട്ടോ. സഞ്ജു, സിജോ എന്നൊക്കെ പറഞ്ഞിട്ട് ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും മിന്ത്രയുടെയും ഒക്കെ. അപ്പോൾ അവരിവിടെ ഞാൻ തന്നെ വേണമെന്നില്ല, സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് പോകാറുള്ളത്. എന്നിട്ട് എന്നെ വിളിച്ച് പറയും, ചേച്ചി ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ അങ്ങനെ വന്നപ്പോൾ കെടുക്കുണ്ടായതാണ് നമ്മുടെ വീടിൻ്റെ നമ്മുടെ പാഴ്സൽ വയ്ക്കുന്ന സ്ഥലത്ത് സ്റ്റോറേജിൽ ഉണ്ടായിരുന്നതാണ് ഈ ഒരു വയേർഡായിട്ടുള്ള ഇയർപോഡ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും നമ്മുടെ ലാപ്ടോപ്പിലും അതുപോലെ തന്നെ ഈ ഒരു ഐഫോണിൻ്റെ ഇതിൽ C ടൈപ്പ് ആയിട്ടുള്ള ഈ വയേർഡായിട്ടുള്ളതാണ് ഉപയോഗിക്കാറുള്ളത്. പണ്ടത്തെ കേടായിപ്പോയി. ഇപ്പോൾ ഞാനൊരു ആംബ്രണ്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ്. 250 രൂപയുള്ള ഓഫറിൽ വന്നപ്പോൾ മേടിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വാലന്റൈൻസ് ഡേ ഓഫർ വരുന്നുണ്ടായില്ലേ, ആ സമയത്താണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു കഥയാണ്.
സാറ് പറയാറില്ലേ, ഒരു സാർ കൊണ്ട് പറയില്ലേ ഇതൊരു വല്ലാത്ത കഥയാണെന്ന്. എനിക്ക് അതാ പറയുന്നത് കേട്ടോട്ട് കിടക്കാനേ പറയുന്നത് തൊട്ട് കേൾക്കാനേ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആളുടെ കഥകളൊക്കെ കേട്ടിട്ടാണ് മിക്കതും വൈകുന്നേരങ്ങൾ നമ്മൾ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിരിക്കും, നമ്മൾ കേൾക്കാത്ത ഒരുപാട് കഥകളൊക്കെ കേൾക്കാം. അപ്പോൾ പുള്ളി അവിടെ ജനലേമങ്ങ് ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ചിക്കനൊന്ന് വറുത്തെടുക്കാം, അതുപോലെ തന്നെ ഈ ഒരു കടച്ചക്ക ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ കാലത്ത് ശ്രീകുട്ടന് സ്കൂളിൽ പോകുമ്പോൾ കടച്ചക്ക ഉപ്പേരിയും ചോറും എന്തെങ്കിലും ഒരു ചമ്മന്തിയും കൊടുത്തു വിടാം. പിന്നെ ചിക്കൻ ഇന്ന് വൈകുന്നേരത്തേക്ക് എടുക്കാം. ശ്രീകുട്ടൻ എപ്പോഴും കാലത്ത് ഭക്ഷണം കഴിച്ചിട്ടാണ് പോവുക, ചോറുണ്ടിട്ടാണ് പോവുക. അപ്പോൾ കാലത്ത് ചിക്കനൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറ് കൊടുത്തു വിടും. പിന്നെ ഒരു 9:30 ആകുമ്പോൾ അവർക്ക് സ്നാക്ക് ബ്രേക്ക് ഉണ്ട്, അപ്പോഴേക്കും പുള്ളിക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുത്തു വിടും. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ വീണ്ടും ചോറുണ്ടും. ഇച്ചിരി ചോറേ വയ്ക്കുള്ളൂ, ഒരു കയ്യിലിൻ്റെ പകുതിയൊക്കെ. പിന്നെ കറികളാണ് കൂടുതലും കൊടുത്തു വിടുക, അപ്പോൾ കറികൾ കൂടുതൽ കഴിച്ചോളും. ഇനിയിപ്പോൾ ചോറില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഇഡ്ഡലി ദോശ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ചപ്പാത്തിയൊക്കെ കൊടുത്തു വിടും, പനീർ കറിയൊക്കെ ആക്കിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അരിഞ്ഞെടുത്താൽ നമ്മുടെ കടച്ചക്ക കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് വിസിൽ കയറ്റാം. വിസിൽ കയറ്റണ്ട, വിസിൽ വരുന്നേക്കാളും മുന്നേ നമുക്ക് അങ്ങോട്ട് ഓഫാക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ ഉരുളൻകിഴങ്ങ് പോലെ അങ്ങ് ഇതായിട്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ 2-3 വട്ടം നിറച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ ഈ ബോട്ടിൽ. അപ്പോൾ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ എവിടെയൊക്കെ പോകണ്ടോ അപ്പോഴൊക്കെ അവരെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ സെറ്റാണ് കേട്ടോ. കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും കുറച്ച് ഇടിച്ചമുളകാണ് ഇടേണ്ടത്. ഇന്നിപ്പോൾ ഞാൻ കളർ കൂടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് കുറച്ച് ഇടിച്ചമുളകും പിന്നെ ഈ ഒരു കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴട്ടിയെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു കടച്ചക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കടച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടോ. എപ്പോഴും വെള്ളം ഇത്തിരി ഒഴിക്കാൻ ശ്രമിക്കണം. അതുപോലെ നമ്മൾ ഒരുപാട് വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ വിസിലടിച്ച് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ കടച്ചക്ക വെന്ത് പോവും. അപ്പോൾ വിസിലടിച്ച് അപ്പം തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് എയർ കളഞ്ഞ് കുക്കർ പൊട്ടി ഒഴിക്കണം ഊയികളോട്ട മക്കളെ. നമ്മളിതിനെ വേവിച്ചെടുക്കണം കേട്ടോ. ഈ കുക്കറിൽ കടച്ചക്ക വേവിക്കുക എന്നുള്ളത് കുറച്ച് അറിവ് വേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ 1-2 വട്ടം ചെയ്ത് പഠിച്ചോളും. പിന്നെ അബദ്ധങ്ങൾ പറ്റുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അബദ്ധങ്ങളിലൂടെ പാഠം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം ശീലിച്ചെടുക്കേണ്ട ഒരു ശീലം. അതായത് പിന്നെ വീണ്ടും വീണ്ടും അത് പരീക്ഷിക്കുക എന്നുള്ളതല്ല. അതായത് നമ്മളിങ്ങനെ ഒരു അബദ്ധം പറ്റുമ്പോൾ അത് നമ്മൾ അതിൽ നിന്ന് പഠിക്കണം. പിന്നെ വീണ്ടും വീണ്ടും അത് ചെയ്ത് പരീക്ഷിക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ഒരു കാപ്പിയോട് കൂടി നമുക്ക് ഇന്നത്തെ ദിവസം കൂടെ അവസാനിപ്പിക്കാം. പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് പോയി എഡിറ്റ് ചെയ്ത് കിടന്നുറങ്ങാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വ്ളോഗായിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.